രണ്ട് പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാന അപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. വിമാന ദുരന്തത്തിൽ 294 പേർ മരിച്ചു. വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ 15 കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. മരിച്ചവരിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 10 മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും ഉൾപ്പെടുന്നു. രാജ്യത്തെ നടുക്കിയ വ്യോമ ദുരന്തത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിവേഗം പ്രചരിച്ചിരുന്നു. 3 ദിവസത്തിനകം ഇന്ത്യയിൽ ഒരു വിമാനാപകടമുണ്ടാകും, ഒരാൾ രക്ഷപ്പെടുമെന്ന്. 4 ദിവസം മുമ്പ് ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തതായാണ് പ്രചാരണം. ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായതോടെ പലരും ആലി കൊണ്ടോട്ടിയുടെ പ്രൊഫൈൽ സന്ദർശിക്കുകയും ആ പോസ്റ്റ് അവിടെ നിലവിലുണ്ടെന്ന് കണ്ട് ഞെട്ടുകയും ചെയ്തു. ആലിയാണ് വിമാന ദുരന്തത്തിന് കാരണക്കാരൻ എന്നും ചിലർ ആരോപിക്കാൻ തുടങ്ങി. എന്നാൽ പ്രചരിക്കുന്ന ഈ വിമാനങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് പുറത്തു വന്നു. 4 ദിവസം മുമ്പ് ഫേസ്ബുക്കിലിട്ട ഒരു സാധാരണ പോസ്റ്റ് അപകടം നടന്ന വ്യാഴാഴ്ച വൈകുന്നേരം തിരുത്തി വ്യാജ പ്രവചനമാക്കി മാറ്റിയതായിരുന്നു. ജൂൺ 9 ഉച്ചയ്ക്ക് 1:38 ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പോസിറ്റീവ് വന്നാൽ നോർത്ത്, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ക്ലിക്കായില്ലേലും 1000 കോടി തൂക്കും. ആലിയാടാ പറയുന്നത്, വെക്കടാ ഇതിന് മേലെ ഒരെണ്ണം. എന്നാൽ വിമാന അപകടം നടന്ന വ്യാഴാഴ്ച, അതായത് ജൂൺ 12 വൈകുന്നേരം 6:40 ഈ പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യ തിരുത്തിൽ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നാക്കി. കുറച്ചു സമയം കഴിഞ്ഞ് വൈകുന്നേരം 7:39 പോസ്റ്റ് വീണ്ടും തിരുത്തി. ഇത്തവണ ഒരു വിമാനാപകടത്തിന്റെ ചിത്രം കൂടി ചേർത്ത് പ്രഡിക്ഷൻ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, വിമാനത്തിൽ എല്ലാവരും മരിക്കും എന്നാക്കി. ഏകദേശം 1 മിനിറ്റിൽ, അതായത് രാത്രി 7:40 ഇത് വീണ്ടും തിരുത്തി. പ്രഡിക്ഷൻ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, വിമാനത്തിലെ 99.5% ആൾക്കാരും മരിക്കും എന്നായിരുന്നു ഇത്തവണത്തെ തിരുത്തം. അവസാനമായി രാത്രി 8:07 പോസ്റ്റിൽ വീണ്ടും മാറ്റം വരുത്തി. പ്രഡിക്ഷൻ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലൊരു വിമാനാപകടമുണ്ടാകും, ഒരാൾ രക്ഷപ്പെടും എന്നാക്കി മാറ്റുകയായിരുന്നു. വീണ്ടും അത് പുലർച്ചെ 3:37 എഡിറ്റഡ് പോസ്റ്റ് എന്ന അക്ഷരങ്ങൾ മാറ്റി എഴുതിയതാണ്. ഈ പ്രഡിക്ഷൻ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടമുണ്ടാകും, ഒരാൾ രക്ഷപ്പെടും എന്നാക്കി മാറ്റുകയായിരുന്നു. അതേസമയം വിമാനാപകടം പോലെ നടുക്കുന്ന ദുരന്ത വാർത്തകൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരമായ തമാശകൾ ഒഴിവാക്കണമെന്ന് പ്രമുഖ ജ്യോത്സ്യൻ ഹരി പത്തനാപുരം പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട പോസ്റ്റ് കണ്ട് ഞെട്ടിപ്പോയെന്നും ഇത്തരം പ്രവചനങ്ങൾ സാധ്യമാണോ എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. പിന്നീടാണ് സത്യം മനസ്സിലായത്, മുമ്പിട്ട പോസ്റ്റിനെ എഡിറ്റ് ചെയ്തതാണ്. വിമാന അപകടം ഉണ്ടായ ശേഷം എഡിറ്റ് ചെയ്ത് ചേർത്തതാണ്. ഈ സമയത്തല്ല ഇത്തരമൊരു ക്രൂരമായ തമാശയെന്നും ഹരി പത്തനാപുരം പറയുന്നു. വിമാനാപകടത്തിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്റെ അടുത്ത സുഹൃത്തും സഹോദര തുല്യനുമായ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂവായ വ്യക്തിയെ വിളിച്ചിരുന്നുവെന്നും ഹരി പത്തനാപുരം പറയുന്നു. ഇതേ വിമാനം UK-യിൽ നിന്ന് മടങ്ങുമ്പോൾ ആ വിമാനത്തിൽ ക്യാബിൻ ക്രൂവായി പ്രവർത്തിക്കേണ്ട ആളായിരുന്നു. തന്റെ ഫോൺ കോൾ എടുത്ത ശേഷം അയാൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ച സഹപ്രവർത്തകരാണ് അപകടത്തിൽ മരിച്ചതെന്ന് പറഞ്ഞ് കരഞ്ഞു. അപകടത്തിൽ മരിച്ച സഹ പൈലറ്റിൽ ഒരാൾ അടുത്ത സുഹൃത്താണ്. അയാളുടെ അമ്മ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ ആയിരുന്നു. മകനെ പൈലറ്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചു, ആ ലക്ഷ്യത്തിലെത്തിച്ചുവെന്നും ഹരി പത്തനാപുരം പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പല രീതിയിലുള്ള, അതായത് അസ്ട്രോ ശർമ്മിഷ്ഠ എന്ന് പറയുന്ന ഒരു പ്രവചനം, ഇങ്ങനെ നിരവധി പ്രവചനങ്ങൾ. അസ്ട്രോ ശർമ്മിഷ്ഠ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ, അവർ ഇതുപോലൊരു വിമാനാപകടം ഉണ്ടാകും എന്ന് പ്രവചിച്ചിരുന്നു. ആ പ്രവചനമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇത്തരത്തിൽ പല പ്രവചനങ്ങളും നമ്മൾ ഈ സോഷ്യൽ മീഡിയ സമയത്തൊക്കെ, ഇത്തരത്തിൽ ദുരന്തമുണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, ഞാനന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകില്ല. നമ്മളൊക്കെ അതെടുത്ത് ചിലപ്പോൾ വാർത്തയാക്കും, ചിലപ്പോൾ അത്തരത്തിൽ പ്രവചനം നടത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും. അതുകൊണ്ട് ഇവർക്കൊക്കെ വലിയ രീതിയിലോ ഇങ്ങനെ വിമാന ദുരന്തം അല്ലെങ്കിൽ മറ്റ് ദുരന്തങ്ങളൊക്കെ പ്രവചിക്കുന്ന ആളുകളാണ്, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്ക് പറയാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ടാകുകയും ഇവരുടെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ ചെല്ലുകയും ചെയ്യും. ഇവിടെ
അലി കൊണ്ടോട്ടി എന്ന് പറയുന്ന പ്രൊഫൈൽ. അയാൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. പക്ഷെ അയാളെപ്പോലുള്ളവർക്കെതിരെയൊക്കെ കൃത്യമായ നടപടി ഈ ഇപ്പോൾ ഉദ്യോഗസ്ഥരടുത്ത് നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് പോലീസ് ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കാരണം ഇത്തരം പ്രചരണങ്ങൾ ഒരു തമാശ പോലെ കുറേ പേർ മരിച്ചതിന് താൻ നേരത്തെ പ്രവചിച്ചിരുന്നു, അതിലൊരാൾ രക്ഷപ്പെടും, 99.5% പേരും മരിക്കും, അതിലൊരാൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് റീപോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു ക്രൂരമായ തമാശകൾ കാണിക്കുന്ന ഇത്തരക്കാർക്കെതിരെ, അതായത് മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യയാണ് ആ വിമാന അപകടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതെങ്ങനെയാണ് സംഭവിച്ചത്, ആരുടെ പിഴവാണ്, എന്താണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെയുള്ളത് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദൂരത്തേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ഡ്രീം ലെയർ സീരീസിൽപ്പെട്ട ബോയിങ് 787 എന്ന് പറയുന്ന വിമാനം, ആ വിമാനം ഇന്ന് വരെ ഒരു അപകടത്തിലും പെട്ടിട്ടില്ലാത്ത വിമാനമാണ്. മാത്രമല്ല അഹമ്മദാബാദിൽ നിന്ന് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ലണ്ടനിലേക്ക് പോകുന്ന വിമാനമാണ്. അപ്പോൾ ആ പോകുന്ന വിമാനത്തിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ടാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൽ സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് സുരക്ഷിതമാണ് വിമാനം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ ഫ്ലൈയിങ്ങിനുള്ള അനുമതി നൽകൂ. അപ്പോൾ അത് നൽകിയതിനു ശേഷവും 33 സെക്കൻഡുകൾക്കകം വിമാനം നിലംപൊത്തി തീഗോളമായി മാറി എന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു അട്ടിമറി നമ്മൾ മണക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില ദുരൂഹതകൾ, ഒരുപക്ഷെ വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ഒരാളെ ജീവനോടെ ദൈവം പുറത്തേക്ക്, അല്ലെങ്കിൽ ജീവനോടെ അയാൾക്ക് ജീവൻ നൽകിയത്, ഒരു പുനർജീവൻ നൽകിയത് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയാൻ കൂടി വേണ്ടിയിട്ടായിരിക്കണം. ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ തുടക്കത്തിൽ ഒരുപക്ഷെ പാനിക് ആകണ്ട എന്ന് കരുതിയായിരിക്കും സർക്കാർ അട്ടിമറി സാധ്യതയൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം വിമാനങ്ങളിൽ പോകാൻ പലർക്കും ഒരു ഭയമുണ്ടാകും. ഇപ്പോൾ കശ്മീരിലൊക്കെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ, പഹൽഗാമിലൊക്കെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പലർക്കും പോകാൻ കുറേ നാളുകൾ പാക്കേജുകൾ, ഈ ടൂറിസ്റ്റ് പാക്കേജുകളൊക്കെ നിർത്തലാക്കി. ഇങ്ങനെ പലർക്കും പോകാനൊരു ഭയമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ട്രെയിൻ അപകടമോ ദുരന്തമോ അല്ലെങ്കിൽ വിമാന അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പിന്നീട് പോകുന്നവർക്ക് അതൊരു വല്ലാത്ത ഭയമായിരിക്കും, എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഭയമുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കൃത്യമായ വിവരങ്ങൾ, ഒരുപക്ഷെ എല്ലാ വിവരങ്ങളും, ചിലത് പറയും, ചില കാര്യങ്ങൾ അവർക്കും മറക്കേണ്ടതുണ്ട്, പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം പ്രൊഫൈലുകൾ, ഈ വ്യാജ പ്രവചനം നടത്തുന്ന, ഈ വ്യാജമായി സോഷ്യൽ മീഡിയയിൽ ഇത്തരം തമാശകൾ, ദുരന്തത്തിലും തമാശകളും ക്രൂരതകളും കണ്ടെത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഈ അലി കൊണ്ടോട്ടി എന്ന് പറയുന്ന ഈ പ്രൊഫൈൽ, ഇയാൾ എന്തിനാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരവും വേണം. കാരണം ഇയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഇയാൾ എഡിറ്റ് ചെയ്തത് എന്തിനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് തന്നെയാണ്.